ഹായ് ഹലോ നമസ്കാരം. സജീന ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ അത് മെൻഷൻ ചെയ്ത് നമ്മുടെ ഡാനി സത്യം ഇട്ട വീഡിയോയെ മെൻഷൻ ചെയ്ത് എനിക്കൊരു വീഡിയോ ഇടാനാണ് കേട്ടോ. അതായത് പിന്നെ ഡാനി സത്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൂടെ അറിയിക്കണം. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് സംശയങ്ങളുണ്ട്, അതൊന്ന് തീർക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോ ആദ്യം നമ്മളെ ഡാനി സത്യന്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു അബദ്ധം പറ്റിയതാന്നേ, ഇങ്ങനെ പണങ്ങാതെ പറ. അങ്ങനെയൊക്കെ അബദ്ധം പറ്റാവോ? ചെയ്തുകൂടാ, പറ്റിയത് അബദ്ധം മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ വിജയിച്ചു. ഇനി അടുത്ത വീഡിയോ നോക്കാം. ഞാൻ അതുലിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. 100% വിശ്വസിക്കാം. ഓക്കെ, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി. നിങ്ങൾ കാല് പിടിക്കാൻ ചെന്നാലും അവൻ അത് ചെയ്യും. അതിന് കാലില്ലേ? അടുത്ത വീഡിയോ ചേച്ചി ആ കാര്യത്തിൽ ചേച്ചി തോറ്റു പോകത്തേ ഉള്ളൂ. സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ആ ഫോൺ കൊണ്ട് ചേച്ചി കാണിച്ചാൽ മതി. ആ ഫോൺ കാണിച്ചിട്ട് വേണ്ടേ ഒന്ന് നോക്കുന്നത്, ക്ലിക്ക് ചെയ്ത് നോക്ക് ചേച്ചി. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാ പോകുന്നത്. പിന്നെ എന്റെ പൊന്നു ഡാനി സത്യ, അതുലിന് മെസ്സേജ് വന്നതിൽ ഒരു സംശയവും ഇല്ല. അതിൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും ഒക്കെ അതിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണല്ലോ. അത് മെൻഷൻ ചെയ്തിട്ടാണല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. പക്ഷെ അവിടെ അതല്ല പ്രശ്നം. ആ മെസ്സേജ് ആരയച്ചു എന്നുള്ളതാണ്. ഇത് ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ല? എന്തായാലും അടുത്ത വീഡിയോ ഒന്ന് കാണാം. ഒരു കാര്യം കൂടെ ഞാൻ ചേച്ചിയോട് പറയാം. ചേച്ചിയെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ അറിഞ്ഞാണ്. നിങ്ങളെ ഫാമിലി നല്ല ഫാമിലിയും നല്ല ഇതും, പിന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അത് അവർ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പം ആ പാവത്തിനെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, അതൊരു പാവം പിടിച്ചാണ്. ഈ ഒരു കല ഒരുപാട് നാളുകൊണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുവാണ്. എല്ലാ ഹാർഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ഒരുപാട് താങ്ക്സ്. പിന്നെ ആ ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞെങ്കിലും അത് ഒളിച്ചു വെക്കാതെ തുറന്ന് പറയാൻ കാണിച്ച ഈ മനസ്സിന് 1000 താങ്ക്സ് വേറെ. ഓക്കെ, ഞാൻ ഇങ്ങനെ വന്നാൽ അതിന് വേറെ അർത്ഥത്തിൽ നീ അടുത്ത വീഡിയോ ഇടും, അതുകൊണ്ടാണ് തരാത്തത്. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ കണ്ടു വെക്കാം. പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യത്തില ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാ. ചേച്ചി എന്തായാലും റീച്ചിന് വേണ്ടിയാണ് നടക്കുന്നത്. രേണുവിനെ കൊണ്ട് കുറച്ച് റീച്ച്, അതാണ് ചേച്ചി മെയിനായിട്ട് നോക്കുന്നത്. ഡാനി, നമ്മളെല്ലാവരും അതിനുവേണ്ടി തന്നെ അല്ലയോ ചെയ്യുന്നത്? പിന്നെ വേറെ എന്തിനാ? പുണ്യം കിട്ടാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? ഇനി അടുത്ത വീഡിയോ കണ്ടു നോക്കാം. കാര്യം പറയുന്നുള്ളൂ, ആ ചേച്ചിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. എന്ന് വെച്ചാൽ വിവരക്കേടനല്ല, അവരുടെ വ്ളോഗ് കാര്യങ്ങളും ഒക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കുക. താങ്ക്സ് ഡാനി സത്യ, തൻ്റെ ഈ നല്ല മനസ്സിന് താങ്ക്സ്. ഞാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ, ഹൃദയം തട്ടി ആത്മാർത്ഥമായിട്ട് പറയുന്ന വാക്കാം. പക്ഷേ എനിക്കങ്ങനെ റീച്ച് ആവണ്ട. കാര്യം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ ചെയ്ത വർക്കുകൾ ഒന്ന് റീച്ച് ആയിരുന്നെങ്കിൽ, 4 പേര് നമ്മളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് വെറുതെ വീടിനകത്ത് കുത്തിയിരുന്നിട്ടല്ല കേട്ടാ. ആ പറഞ്ഞതുപോലെ നല്ല വൃത്തിയാണ് ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്തായാലും ഇവിടം വരെ ആയില്ലേ. ഇവിടം വരെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണ് ഞാൻ. ഇനിയുള്ള ആ ക്രെഡിറ്റ് എനിക്ക് മാത്രം മതി. താങ്ക്സ്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. താൻ നേരത്തെ പറഞ്ഞ പോലെ ഡാനി സത്യൻ്റെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേര് ചേർത്തോളാൻ പറഞ്ഞു. ഞാനല്ല പറഞ്ഞത് കേട്ടോ, താനാ പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ പറഞ്ഞതിനകത്ത് തന്നോട് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. പേഴ്സണലൊന്നും പറയാൻ നിൽക്കണ്ട ചേച്ചി. ഈ തെറ്റ് ആരുടെ മുന്നിലും ആവർത്തിക്കരുത്. ഇത് ചേച്ചിയുടെ ഒരു മുന്നറിയിപ്പാ, കേട്ടല്ലോ. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചേച്ചി റീച്ചിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സത്യം മറക്കരുത്. അതെ, റീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്നത്. പിന്നെ ചേട്ടൻ എന്തോ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? പിന്നെ സത്യം വിളിച്ചു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. സത്യം ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്ത് സജീന നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ഈ വാർ രേണു സുധിയുടെ ചേച്ചിയുടെ മൊബൈലിൽ നിന്ന് അതിന് വന്ന ചാറ്റാണ്. അതിൻ്റെ ഫൈനൽ വരട്ടെ. അത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. നേരെ മറിച്ചാണെങ്കിൽ എൻ്റെ സത്യം, എൻ്റെ ഭാഗം വിജയിച്ചു, അത്രയും മതി. നിങ്ങളൊന്നും ചെയ്യണമെന്നില്ല, അത്രയേ ഉള്ളൂ. സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ എനിക്ക് യാതൊരു പേടിയുമില്ല. ഇപ്പോൾ ആരെയും പേടിച്ചല്ല നിൽക്കുന്നത്. പറയാനുള്ളത് ചങ്കുറ്റത്തോടെ പറയാനുള്ള ചങ്കുറപ്പുണ്ട് ഈ സജീനയ്ക്ക്. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം. അല്ല ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഡ്രസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ രേണുവിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനത് ബ്ലർ ചെയ്ത് വെക്കാം, അതാ നല്ലത്. അതിനകത്ത് ഈ പറയുന്ന, ഞാനത് എങ്ങനെ പറയാൻ, ആർട്സ് ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ രേണു ഇങ്ങനെ നടന്നു വരുന്നതിന്റെ ആ തംബ്ലൈൻ വെച്ചിരിക്കുന്ന ആ ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരിക്ക് വേണ്ടി കോരെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്താണ്? പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. എന്റെ പൊന്നു ഡാനി ചേട്ടാ, ഈ വീഡിയോ മാത്രമേ ആദ്യം കണ്ടുള്ളൂ രേണുവിന്റെ, വേറെ വീഡിയോ ഒന്നും കണ്ടില്ലേ? പോ അവിടെ നിന്ന് നല്ലോണം നോക്ക് ചേട്ടാ. പിന്നെ ഏതാണ്ട് ബ്ലർ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഒട്ടും ബ്ലർ ചെയ്ത് നല്ല ഹൈലൈറ്റഡ് ആണല്ലോ കാണിച്ചിരിക്കുന്നത്. അപ്പോ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും പൊക്കിപ്പിടിച്ചു നടക്കുന്നില്ല. വലിയൊരു കലാകാരനായിരുന്നു. മരിച്ചിട്ട് 2 വർഷമൊക്കെ ഉണ്ട്. ജീവിച്ചിരുന്ന സമയത്ത് ആ സുധി നല്ലൊരു കലാകാരൻ, അവനൊരു വേഷം മേടിച്ചു കൊടുത്ത് ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് ഏതെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ആരും മേടിച്ചു. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് സുധി വലിയൊരു കലാകാരനായിരുന്നു. ഇത് കേൾക്കുമ്പോൾ സത്യം പറയാൻ നമുക്ക് പുച്ഛം തോന്നും. ഉള്ള കാര്യം പറയുന്നത് അതിനെന്താ പറയാനുള്ളത്? അതിനെന്തോ പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ ചേച്ചി? പുച്ഛം തോന്നുന്നു. എന്റെ പൊന്നു മോനെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാൻ നല്ല മിടുക്കനാ, അതെനിക്ക് മനസ്സിലായി. ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഈച്ചയ്ക്ക് പോലും എന്റെ അറിവ് വല്ലായിട്ട് അറിയത്തില്ലായിരുന്നു. സ്റ്റാർ മാജിക്ക് വന്നുള്ള പരിചയം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോ തൊട്ടാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടെ. ഇപ്പൊ നിങ്ങൾ ഞാനും പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞപ്പോ പൊക്കി പിടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അത് ജീവിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചിരുന്നെങ്കിലേ കലാഭവൻ മണിച്ചേട്ടനെ പോലെ ഫേമസ് ആയി കോടികളൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു നേരത്തെ ആഹാരത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ ആൾക്കാരെ മുമ്പിൽ രേണുവിനെ പോലെ തെണ്ടേണ്ടി വരില്ലായിരുന്നു. അവൾ ഈ ഫീൽഡിലോട്ട് അഭിനയിക്കാനും ഇറങ്ങേണ്ടി വരത്തില്ലായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും പറയുന്നില്ല രേണു ഇപ്പോൾ ഒരു പൊതുശല്യമാണെന്ന്. ആ ശല്യം ഉണ്ടാവത്തില്ലായിരുന്നു. അതാ പറഞ്ഞ, ജീവിച്ചിരിക്കുന്ന കലാകാരന്മാർക്ക് കൊടുക്കേണ്ടുന്ന അംഗീകാരം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം. മരിച്ചു കഴിഞ്ഞ് കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല, അതിന് ഒരു അർത്ഥവുമില്ല. പിന്നെ അവരുടെ കുടുംബം പോറ്റാൻ അവരെങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇപ്പം ഈ സുധിച്ചേട്ടൻ മരിച്ച്, ശരിയാ, സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ആർക്കും അറിയത്തില്ലായിരുന്നു എന്ന് അതിന് തന്നെ ഡാനി എന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല. ഈ ഫ്ലവേഴ്സ് ചാനലിൽ വന്ന കോമഡി ചെയ്തിട്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് മരിച്ചു, ഒരു കോമഡി താരം മരിച്ചു, ജസ്റ്റ് അത്രയേ ഉള്ളൂ. ആ വാർത്ത അവിടെ കഴിഞ്ഞു. പക്ഷേ ഈ രേണു സുധി, അതായത് രേണു ഈ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ സുധിച്ചേട്ടൻ്റെ പേര് ഇത്രയ്ക്കും ഹൈലൈറ്റ് ആയത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആർക്കും വേണ്ടി പറയണ്ട, നെഞ്ചി കൈവച്ചിട്ടൊന്ന് പറയാവോ? അല്ലാന്ന്. അതാണ്. അപ്പം എല്ലാവരും ചോദിക്കും, മണിച്ചേട്ടൻ്റെ ഭാര്യ ഇതുവരെയ്ക്കും പുറത്തിറങ്ങിയിട്ടില്ല, അന്തസ്സായിട്ട് അകത്തിരിക്കുന്നെന്ന്. അതിനൊരു വലിയ ഉദാഹരണം ഞാൻ മുന്നേ പറഞ്ഞത്. കലാഭവൻ മണിച്ചേട്ടനും സുധിച്ചേട്ടനും ഒരേ ത്രാസി വെച്ച് ആരും തൂക്കാൻ നോക്കരുത്. കാരണം കലാഭവൻ മണിച്ചേട്ടൻ എന്ന അതുല്യ കലാകാരൻ്റെ തലയിൽ ദൈവ അനുഗ്രഹം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കോടിക്കണക്കിന് സമ്പാദിച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വൈഫിന് അഭിനയിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ മുന്നിൽ കൈനീട്ടാനോ ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഒന്ന് ചിന്തിക്കുക. കഷ്ടപ്പാടും ദുരിതവും പ്രാരാബ്ദവും ദാരിദ്ര്യത്തിൻ്റെ ഇടയിലാണ് സുധിച്ചേട്ടൻ രേണുവിനെ നിർത്തിയിട്ട് പോയത്. അപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കണ്ടേ? അപ്പം നിങ്ങൾ ഈ പറഞ്ഞല്ലോ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നൊക്കെ, സത്യത്തിൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കും. ഇപ്പം നാളെ രേണു സുധി കാണിക്കുന്ന തെറ്റാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു വീഡിയോ ഇടാനും എനിക്ക് മടിയില്ല. ഇപ്പം ഞാൻ രേണുവിൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ രേണുവിന് വേണ്ടി PR വർക്ക് ചെയ്യുമൊന്നും അല്ല. അപ്പം എല്ലാവരും ഒരാളെ ഇട്ടിങ്ങനെ ആക്രമിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് പറയാൻ വേണ്ടേ? സത്യം എന്നും ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ആ സത്യം തെളിയുന്നവരെ നമുക്ക് ഈ വാർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. ഇനി അടുത്ത വീഡിയോ കണ്ടു നോക്കാം. ഞാനിപ്പോഴും പറയാം, എന്റെ സജന ചേച്ചി നിങ്ങളെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തവർ പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരങ്ങൾ പലയിടത്തും കിട്ടിയിട്ടില്ലെന്ന് ഓരോ വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നു ഡാനി, സത്യ, അവിടെ താങ്കൾക്ക് തെറ്റി. എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. ആ അവസരങ്ങൾ വന്ന വഴി എനിക്കിഷ്ടപ്പെടാത്തത് കൊണ്ട് ആ അവസരങ്ങളൊക്കെ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ എന്തിന് നാളെ ഒരു മിനു മുനീറായിട്ട് പുനർജനിക്കണം? അതിൻ്റെ ആവശ്യമില്ലയെന്ന് തോന്നിയത് കൊണ്ട് തന്നെ വന്ന അവസരങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ആവശ്യമുള്ളപ്പോൾ മാത്രം കൊണ്ടുവെക്കുന്ന ഒരു സ്പ്രേ. എൻ്റെ പൊന്നു ഡാനി, അങ്ങനെയൊക്കെ മതിയെന്നേ. ഒരു ഹാളിനില്ലേ ഫോട്ടോ ഇരിക്കുന്നത്, എപ്പോഴും അതിൻ്റെ പുറത്ത് അത് കൊണ്ടുവച്ച് ഈ പറഞ്ഞില്ല, അവിടെ ആ രേണുവിൻ്റെ മോൻ മാത്രമല്ല ചേച്ചിയുടെ കൊച്ചുങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന വഴിക്ക് അത് വീണ് തറയിൽ വീണ് പൊട്ടിപ്പോയാൽ നിങ്ങളെ കണ്ടിട്ട് അതോടുകൂടി തീരില്ലേ?
പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഒരാഴ്ച ഇടാനല്ലേ പറ്റൂ. അത് കഴിഞ്ഞ് പിന്നെ ആ കണ്ടന്റ് ഉണ്ടാ. അപ്പം ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഫോട്ടോയിലില്ല, ഇതാ വന്ന്, ദേ പോയി, ദേ വന്നു, ദേ പോയി എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ടാക്കുമല്ലോ. അതൊക്കെ അങ്ങനെ മതി. ആ കൊച്ചുങ്ങൾ തല്ലി പൊട്ടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ദൂരെ കളയുന്നില്ല. അതും ചിന്തിക്കണം. അവിടെ തന്നെ വെച്ചിട്ടങ്ങ് പോവല്ലേ, അവളുടെ അടുത്ത് സേഫായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നശിച്ച് പോകാതിരിക്കുക. നിങ്ങൾ എന്തിനാ ഈ നെഗറ്റീവ് കാണുന്ന? അതിലൊരു ചെറിയ പോസിറ്റീവ് കണ്ട് നോക്ക്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ചേച്ചി ബിഗ് ബോസിന്റെ കാര്യം ചേച്ചി പറയുന്നുണ്ട്. അത് സെലക്ഷൻ ആയെന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവരിങ്ങനെ ഇല്ല, അതിന്റെ കേസ് വരുവാണെങ്കിൽ ഇവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പോക്കങ്ങ് മുടങ്ങും. അതുകൊണ്ടാണ് തോന്നി ഇപ്പൊ ചേച്ചി ഒന്നും വിളിക്കുന്നൊന്നുമില്ല. ഇപ്പൊ അതിലെയും കേസിന്റെ സംബന്ധമായിട്ടുള്ള കാര്യം അങ്ങനൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. കേസ് കൊടുത്തിരിക്കുന്നത് രേണു അല്ല, രേണു സുധിയുടെ ചേച്ചിയാ. മാത്രമല്ല രേണു ബിഗ് ബോസിൽ പോകും. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ കാണാം. ആഗ്രഹമല്ലേ സ്വന്തം റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അല്ലേ, ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഇനി മുതൽ ഇത് എന്റെ റൂം എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലാണ് പലവരും കയറി കിടക്കുന്നത്. അവനിപ്പോ ഇന്നലെ ആ വീട്ടിൽ അതിഥി പോലെ തന്നെ ആ വീട്ടിൽ കയറി ചെല്ലുകയൊക്കെ ചെയ്തത്. ആകെ ആ വീട്ടിൽ 3 ബെഡ്റൂമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബെഡ്റൂം, ഞാനത് അവിടെ ഇല്ല, ഞാൻ വേറൊരു സ്ഥലത്താണെങ്കിൽ ആ ബെഡ്റൂം പൂട്ടിയിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കണോ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ പാവത്തുങ്ങളാണ്. ഒരാൾ വന്നാൽ അതിൽ കിടക്കും, അല്ലെങ്കിൽ അവിടെ ആളുണ്ട്, അവിടെ കിടക്കാനുള്ള ആൾ വേറെ ഉണ്ടെങ്കിൽ അവിടെ കിടക്കും. അതിൽ ഇത്ര ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇത് ഈ ലോകത്ത് നടക്കാത്ത കാര്യമാണ് ഈ രേണുവിൻ്റെ വീട്ടിൽ നടക്കുന്നത്. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. താങ്കളുടെ പെങ്ങളെ വിവാഹം കഴിച്ച് അയച്ചെന്ന് വിചാരിച്ചു. അത്രയും കൊല്ലം അവിടെ ജനിച്ച് ജീവിച്ച് വളർന്ന പെങ്ങളെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ വരുന്നത് അതിഥിയായിട്ട് തന്നെയാണ്. അത് മനസ്സിലാവുന്നില്ല. ഇപ്പം ആ മോൻ അവനവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, അവനെ ഹാളിൽ കിടത്തിയിട്ട് ആ മുറി വേറെ ആരുടെ കൈയടക്കിന്ന് പറയാം. ഇതിപ്പോൾ അവൻ കൊല്ലത്തന്നെ നിന്ന് പഠിക്കുന്നത്. അവിടെ നിന്ന് പഠിക്കുന്നതിനോട് ഇവിടെ റൂം ഒഴിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ. അവൻ വരുമ്പോൾ ആ റൂം അവർ കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. എനിക്ക് എന്ത് അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം. ഇല്ല, പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഈ ഇപ്പം സജിന ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആള് ജെന്യുവനാണ്. ഞാനൊരു കാര്യം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ജെന്യുവനാണ്. ആരും കറിയാൻ അതിന്റെ പേരിൽ അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നും ചെയ്യരുത്. അവർ ജെന്യുവൻ പേഴ്സൺ ആണ്. ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവരെ കുറിച്ച്. നമ്മൾ അത് പറയണം. താങ്ക്സ്. ഇനി ഈ വീഡിയോ ഒന്ന് നോക്കാം. ചേച്ചി റീച്ചിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സത്യം മറക്കരുത്. ഒരിക്കലുമില്ല. ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം പറഞ്ഞു, സത്യത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കും. 100% ഉറപ്പാണ്. ഇപ്പം രേണു കാണിക്കുന്ന ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടില്ല എങ്കിൽ അവൾക്കെതിരെ ഞാൻ വീഡിയോ ഇടും. 100% ഉറപ്പാണ്. അതിലെനിക്ക് ഒരു പേടിയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, രേണുവിൻ്റെ കുടുംബം എന്നെ ദത്തെടുത്തിട്ടൊന്നുമില്ല. എനിക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വിഷയം ഈ ചാറ്റിൻ്റെയാണ്. അതൊന്ന് ക്ലിയർ ആവട്ടെ. പിന്നെ ഈ സത്യം ഞാൻ പറയുവാണ്, രേണു സുധിക്കെതിരെ ഒരു വീഡിയോ ഇടണം എന്ന് തോന്നിയാൽ, അങ്ങനെ ഒരു ഇത് എൻ്റെ കണ്ണിൽ കണ്ടാൽ, അങ്ങനെ ഒരു പ്രതികരിക്കണം എന്ന് തോന്നുന്ന ഒരു വീഡിയോ എനിക്ക് തോന്നണം, എനിക്ക് തോന്നിയാൽ ഞാനത് പ്രതികരിച്ചിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് നമ്മുടെ ലൈഫായിട്ട് കുറേ റിലേറ്റീവ് ആവുന്നുണ്ട്. കാരണം സഹായിക്കാൻ ആരും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു ഫീൽഡിൽ ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇത്രമാത്രം മോശം അഭിപ്രായങ്ങൾ കിട്ടുന്നത്, അതൊക്കെ എനിക്ക് കുറച്ച്, ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, കുറച്ച് റിലേറ്റഡ് ആയതുകൊണ്ടാവാം ഞാൻ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ അതിനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് നല്ല നിഷ്കളങ്കമായിട്ടൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഓരോ സന്ദർഭത്തിലും ഓരോ വീഡിയോസൊക്കെ ഇടുമ്പം അത് പറയുന്ന വാക്കുകൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഡിഫറൻറ്റ് വരുന്നുണ്ടായിരിക്കും. അതിൽ പിടിച്ച് മാത്രം പോയിന്റ് ഇട്ട് പോകരുത്. ഓക്കെ, തൽക്കാലം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. താങ്ക്സ്.